ഓക്കെ, ഫുട്പാത്ത് ലൈബ്രറി. സ്ഥലത്തിന്റെ പേര് ഭയങ്കര പ്രത്യേകതരം ഒരു പേരാണ്. നല്ല രസമുള്ള ഒരു കുഞ്ഞ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു സൺഡേ ആണ്. ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് എങ്ങോട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വലിയ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. രാവിലെ വെറുതെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോ വിചാരിച്ചു എങ്ങോട്ടേലും പോയേക്കാന്ന് വിചാരിച്ച്. അധികം ദൂരമുള്ളൊരു സ്ഥലമല്ല, 1 മണിക്കൂർ, നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരെയുള്ളൊരു സ്ഥലം. സ്ഥലത്തിന്റെ പേര് ഭയങ്കര പ്രത്യേകതരം ഒരു പേരാണ്. വോയ് വോയ്, WOY. നല്ല പേരില്ലേ ഇത്, വോയ് വോയ്. എനിക്കിത് കേൾക്കുമ്പോഴേ ഈ പാട്ട് ഓർമ്മ വരുന്നത്. അപ്പൊ വോയ് വോയ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. അത് സിഡ്നി സിറ്റിന്ന് കണ്ടോ, നമ്മുടെ ചേട്ടനുണ്ട് പുറയില്. ചേട്ടനില്ലാത്തൊരു പരിപാടിയില്ല. അപ്പൊ ചേട്ടനുണ്ട്, ഈ ചേട്ടനുണ്ട്. ഓക്കെ, അപ്പൊ ഈ വോയ് വോയ് എന്ന് പറഞ്ഞ സ്ഥലം സെൻട്രൽ കോസ്റ്റിലാണ്. പിന്നെ ഈ വോയ് വോയിൽ എന്താ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. ആരും അങ്ങനെ വോയ് വോയ് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ചുമ്മാ മാപ്പ് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോ കൊള്ളാം, വോയ് വോയ് നല്ല പേര്, എന്നാ പിന്നെ അവിടെ നിന്ന് പോയി നോക്കിയേക്കാം. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോ ഞങ്ങൾ കയറുന്ന ചില ട്രെയിൻസ് ചിലപ്പോ വോയ് വോയ് ഭാഗത്തോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിന്റെ സ്റ്റോപ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയാ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോ ജസ്റ്റ് ഒരു ഫോട്ടോസും വീഡിയോസ് എടുത്തില്ല. മാപ്പൊക്കെ നോക്കിയപ്പോഴത്തേനും അതൊരു ബേ ഏരിയ ആണ്, കോസ്റ്റൽ ഏരിയ ആണ്. ഒരു ചെറിയൊരു ഹാർബർ പോലെയൊക്കെ ഉള്ള ഒരു സ്ഥലം ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ട്, ഫോട്ടോസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലൊന്നും ആരും വോയ് വോയ് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല. അപ്പോ നമ്മൾ തോന്നി കണ്ടേക്കാം. കോഫി ആസ് യൂഷ്വൽ. കുറെ നേരം അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കാഴ്ച കണ്ടു. ഇപ്പൊ കയറി ആ ബെഡേ കയറി കിടന്നു. നല്ലതാണ്, പിന്നെ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാറ്റ് നമുക്ക് പിന്നെ അടിക്കാം. കോഫി നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഡീസൽ അടിക്കാൻ വേണ്ടി വന്നപ്പോ മേടിച്ച സാധനം എത്തി, സ്ഥലം എത്തിന്ന് വിചാരിച്ചിട്ട് മോളുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴി ഫുള്ള് കാലി. അങ്ങോട്ട് പോയ ഭയങ്കര ബ്ലോക്ക്, എന്താന്നറിയില്ല. കണ്ടോ, ആക്സിഡന്റ് ഉണ്ടായിരുന്നു അവിടെ. ഭാഗ്യം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി കാലിയാണ്. പക്ഷെ ഇത് നല്ല ബ്ലോക്ക് ഉണ്ട്. പക്ഷെ ഇത് ഒത്തിരി ഉണ്ട്, കുറെ കിലോമീറ്റേഴ്സ് ആയി. നമ്മുടെ മാപ്പിലൊക്കെ ഫുൾ അല്ല ഇപ്പൊ കാണിക്കാൻ. അതെ, ഇതിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആക്സിഡന്റിന്റെ സൈനായത് ഇപ്പോഴും ഒക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇപ്പൊ കുറച്ച് ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ. അപ്പൊ ഞാനിപ്പോ ഈ വോയ് വോയെ പറ്റി വായിച്ചപ്പോ ശരിക്കും വോയ് വോയ് എന്നുള്ള പേര് വന്നത് അതൊരു അബോർജിനൽ നെയിമാണ്. അബോർജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് സെറ്റിലേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് നേറ്റീവ്സ്, അവരായിരുന്നു ആദ്യം ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നത്. അവരെയാണ് ബ്രിട്ടീഷേഴ്സ് കോളനൈസ് ചെയ്ത് ഇപ്പോഴത്തെ ഓസ്ട്രേലിയ ആയിരിക്കുന്നത്. അപ്പൊ പണ്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അബോർജിനൽസ്. ഈ അബോർജിനൽസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോ ഈ അബോർജിനൽസിന്റെ ലാംഗ്വേജിലെ ഒരു പേരാണ് വോയ് വോയ് എന്നുള്ളത്. അവര് ഇംഗ്ലീഷല്ല സംസാരിക്കുക, അവരുടെ വേറെ ലാംഗ്വേജ് സംസാരിക്കുക. അപ്പോ അതിലെ ഈ അബോർജിനൽസ് തന്നെ അതിനകത്ത് കുറെ ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ ലാംഗ്വേജിലുള്ള ഒരു പേരാണ് വോയ് വോയ്. വോയ് വോയുടെ ശരിക്കത്തെ അർത്ഥം ഞാൻ വായിച്ചപ്പോ ഡീപ്പ് വാട്ടർ, പിന്നെ ബിഗ് ലഗൂൺ, അങ്ങനെയൊക്കെയാണ്. ഈ ഒരു ഏരിയ ഫുൾ കോസ്റ്റൽ ഏരിയ ആണ്. അതിന്റെ അടുത്ത് ഫുള്ള് ബേ ഏരിയ ആണ്. കുറെ വാട്ടർ, ഐ മീൻ ലൈക്ക് പസഫിക് ഓഷ്യന്റെ ഓൾമോസ്റ്റ് ഒരു എഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്. അപ്പൊ ഈ അബോർജിനൽസ് ഞാൻ പറഞ്ഞല്ലോ വേറെ ഭാഷയെ സംസാരിക്കുന്ന, ഇംഗ്ലീഷ് അല്ല അവരുടെ. അത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പല ഭാഷയില്ല. അതുപോലെ അവരുടെ കയ്യിലും കുറെ അബോർജിനൽസ് തന്നെ ഒത്തിരി ഭാഷയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഷയെന്നാണ് ഇങ്ങനത്തെ പേരുകൾ വന്നത്. ഇങ്ങനത്തെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ. വോയ് വോയ്, പിന്നെ ഏതൊക്കെ സ്ഥലങ്ങള്, പാരമട്ട എന്ന് പറയുമ്പോ ഞങ്ങൾ ആദ്യം വന്നപ്പോ പാരമട്ട എന്നൊക്കെ കേട്ടപ്പോ മട്ടയോ അതെന്താ അങ്ങനെ, ഇവിടെ ഉള്ള ഒരു പാരമട്ട എന്നൊക്കെ പറയും. നമ്മള് സംസാരിക്കുമ്പോ പാരമട്ട എന്ന് പറയും. കുറ അങ്ങനെയൊക്കെ സ്ഥലമുണ്ട്. അതൊക്കെ ഇവരുടെ ഒരു
പ്രത്യേക തരം ഭാഷയാണ്. വേറെ സ്ഥലത്തിനൊരു മുല്ലു മുല്ലു. അതിനെ പറ്റി വേറൊരു വീഡിയോ തന്നെ ചെയ്യാനുള്ള ഒരു നല്ല രസമാണ്. മുല്ലു മുല്ലു എന്നൊക്കെ പറഞ്ഞ കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറെ ഇംഗ്ലീഷ് നെയിംസ് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ നെയിംസും അവർ ഇപ്പോഴും അങ്ങനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. പുറകിലിരുന്ന കോഫിയാ കാഴ്ച കാണാനായിട്ട് ഫ്രണ്ടിൽ വന്നു. ഇതാണ് വോയ് വോയ് ടൗൺ, സ്മോൾ ടൗൺ. ഇത് അവരുടെ റെയിൽവേ സ്റ്റേഷൻ, വോയ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബേ ഏരിയയിലുള്ള ഒരു ടൗൺ ആണ്. നമ്മളപ്പോ വോയ് എത്തി. അങ്ങനെ ഒരു ബേ ഏരിയ എന്ന് പറഞ്ഞല്ലോ. നല്ല രസമുള്ളൊരു ചെറിയൊരു ടൗൺ. അങ്ങനെ ഒത്തിരി കാണാനൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു വാർഫുണ്ട്, പിന്നെ ഒരു പാർക്കുണ്ട്, കുറേ പെലിക്കൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ടൗണിൻ്റെ തീം തന്നെ ഫുൾ പെലിക്കൻസ് ആയിട്ടാണ്. കാണിച്ചു തരാവേ. ഇതുണ്ടോ ഒരു ചെയർ. ആ ചെയറിൽ പോലും ഒരു കാണിക്കുന്നത് ഒരു വാർഫ്, ഒരു ഫെറി, ഒരാൾ നിന്ന് മീൻ പിടിക്കുന്നു, കുറേ പെലിക്കൻസ്. അത് തന്നെയാണ് ഇവിടെ ഫുള്ളും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ പെലിക്കൻസ്. ആൾക്കാർ നിന്ന് മീൻ പിടിക്കുന്നു. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം, അടുത്ത് പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ കുറെ പേര് ലൈനായിട്ടിരിപ്പുണ്ട്. പറക്കടാ പറക്കടാ സീഗൾസ്. പിന്നെ അവിടെ കുറെ പേര് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളേ. കണ്ടോ അതിൻ്റെ മുകളിൽ നിറച്ച് പെലിക്കൻസാണ്. സൺസെറ്റ് ആവുമ്പോൾ 4 മണി ആയതുള്ളൂ. പക്ഷെ വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ തന്നെ സൺസെറ്റ് ആവും. ഇനി 1 മണിക്കൂറിൽ സൺസെറ്റ് ആവുമായിരിക്കും. ഒരു ബോട്ടിൽ 2 പേര് വരുന്നുണ്ട്, 2 പിള്ളേർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട്. ഒരു മെമ്മോറിയൽ പാർക്ക്. ഇത് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ പല വാർസ്, കൊറിയൻ വാർ, പിന്നെ അങ്ങനെ വേറെ ഏതൊക്കെയോ വാറിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതിൻ്റെ പിക്ചേഴ്സും ഒക്കെയാണ് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ ആ വാറിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സോൾജേഴ്സിൻ്റെ എല്ലാം മെമ്മോറിയലായിട്ട് അവരിങ്ങനെ അവരുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി കൊത്തി ത്രൂ ഔട്ട് ഈ പാർക്കിൽ ഫുള്ള് വെച്ചിട്ടുണ്ട്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൗൺ. ഞങ്ങളിപ്പോൾ ഈ വോയ്വയുടെ ഈ ടൗണിൽ കൂടെ ചുമ്മാ നടക്കുമ്പോൾ കണ്ടതാണ് ഫുട്പാത്ത് ലൈബ്രറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് തുറക്കാം. കുറേ ബുക്സ് ഉണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് ബുക്സ് എടുത്ത് വായിച്ച് തിരിച്ചു വെക്കാവുന്ന ഒരു ഫുട്പാത്ത് ലൈബ്രറി. അല്ലെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. അടുത്ത നല്ല രസമുള്ള ഒരു കുഞ്ഞ് പഴയത് വീടിന്റെ ജനലം കാണോ തോന്നുന്നു. അത് വെച്ചിട്ട് ഇത് യൂസ് ചെയ്തേക്കാണ് ബുക്സ് ഒക്കെ ആയിട്ട്.
നല്ല ക്യൂട്ട് സാധനല്ലേ? ആ ഫുട്പാത്ത് ലൈബ്രറിയിൽ നമ്മൾ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് എടുത്ത് വായിച്ച് നമ്മൾ അവിടെ തിരിച്ചു കൊണ്ടേ വെക്കണം. ഞാൻ പണ്ട് എവിടെ വായിച്ചിട്ടുണ്ട്, വായിക്കുന്നവരൊരിക്കലും കക്കില്ല, കക്കുന്ന ആരും വായിക്കാനും നിൽക്കില്ല. അപ്പം അത് തന്നെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ കോൺസെപ്റ്റും. ആരെങ്കിലും ബുക്ക് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചവിടെ കൊണ്ടേ വെക്കും. കുറേയൊക്കെ ട്രസ്റ്റാണ്, പിന്നെ കുറേ എത്തിക്സും. ഇവിടുത്തെ ഈ ഫുട്പാത്തൊക്കെ സൈക്കിൾ ഫ്രണ്ട്ലിയാണ് അല്ലേ? അതിൻ്റെ സൈൻസ് ഒക്കെ ഉണ്ട്. ഒരു സ്പോർട്സ് ബാർ ഉണ്ട് ഇവിടെ. ഹായ്, കൊള്ളല്ലോ. പഴയ കൺസ്ട്രക്ഷനിലുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് ഇവിടെ കൂടുതൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്, ഒരു ഓൾഡ് ടൗൺ ലുക്ക്. ഇതുണ്ട്, ഇവിടെയുള്ള കുറേ പെയിൻറ്റിങ്സ് വരെ വാർഫിലിരുന്ന് ഫിഷ് ചെയ്യുന്നതിൻ്റെ പെയിൻറ്റിങ്സ് ആണ്. ഫുൾ അങ്ങനെയാണ് ഇവിടുത്തെ തീം തന്നെ. നല്ല ഭംഗിയാണ്. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നേരത്തെ കാണിച്ചില്ലേ, ആ വാർഫിലിരുന്ന് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിരുന്ന് ഫിഷ് ചെയ്യുന്നതിൻ്റെ ഇതാണ്. ഇതൊരു വാട്ടർ റീഫില്ലിംഗ് സ്റ്റേഷനാണ്. ഇതൊരു പാർക്കിൽ നമുക്ക് കുടിക്കണമെങ്കിൽ ഇതെങ്ങനെ കുടിക്കാം. ദേ ഇവിടെ കുറച്ച് ഡക്സ് ഒക്കെ ഉണ്ട്. നല്ലൊരു പാർക്ക്. ഇത് കണ്ടോ, ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സീനില്ലേ? ഈ 3 ഫ്രണ്ട്സ് ആയിരിക്കും, 3 അങ്കിൾമാർ. ഒരാൾ ഫിഷ് ചെയ്യുന്നു, 2 പേര് വർത്താനം പറയുന്നു. അങ്ങനെ സൺഡേ ഈവനിങ് അവർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എന്താ, ബോട്ട്സ് എല്ലാം കരയിലോട്ട് അടുത്തു. ഇതെല്ലാം പ്രൈവറ്റ് ബോട്ട്സ് ആട്ടോ. അതിനകത്തൊരു ലേഡിയും ഒരു കൊച്ചും ഒരു ഡോഗും ഒക്കെ ഉണ്ട്. അവർ ഡോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഡോക്ക് ചെയ്ത് ഇങ്ങനത്തെ കാറിൽ, സെഡാൻ കാറൊക്കെ ഇങ്ങനത്തെ ബോട്ട്സ് ടോ ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് 4x4 ആണ്. കണ്ടോ, അവര് ആ ലേഡി പുറകിൽ തന്നെ ഇരുന്നത്, ബോട്ടിൽ തന്നെ ഇരുന്നത്. പിന്നെ കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ആ അങ്കിൾമാർ അവിടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, അവരെ ജോയിൻ ചെയ്യാൻ വേണ്ടി അവരുടെ വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നു. അതിൻ്റെ കൂടെ ഈ പെലിക്കൻ കുട്ടന്മാരും ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാനും ആദ്യമായിട്ട് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. വരച്ച് വെച്ച പോലെ ഇല്ലേ. ഇവർ ബാർബിക്യൂ ചെയ്യുമ്പോൾ അവർ എറിഞ്ഞു കൊടുക്കുന്ന ഫിഷൊക്കെ ഈ പെലിക്കൻസ് എടുത്ത് കഴിക്കുക. ഇവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കഴിക്കാവുന്നേ ഉള്ളൂ, മടിയന്മാർ. എന്നിട്ട് നോക്ക്, കുണുങ്ങി പോവുകയാണേ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എൻ്റെ വീഡിയോയിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒച്ച കേൾക്കുന്ന എല്ലാം ഈ പെലിക്കൻസിൻ്റെ കരച്ചിലാണേ. ഈ സൺഡേ ഈവനിങ് അവർ എന്ത് ഭംഗിയായിട്ടല്ലേ സ്പെൻഡ് ചെയ്യുന്നത്, ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട്. പിന്നെ ഈ ബാർബിക്യൂ സെൻറ്റേഴ്സ് ഒക്കെ അത് ഫ്രീ ആട്ടോ. നമ്മൾ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തങ്ങ് വെച്ചാൽ മതി. അങ്ങനെ ഞാൻ പോയിട്ട് ഈ അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഡോക്ക് ചെയ്യുന്നത് ഞാൻ ഫിൽം ചെയ്തോട്ടെ എന്ന്. അവർക്ക് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിള് തന്നെ അത് ഡോക്ക് ചെയ്ത് ആ കാറിൽ അത് ഫിക്സ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോകും. നല്ല രസമായിരുന്നു കേട്ടോ അത് ഡോക്ക് ചെയ്യുന്നത് കാണാനായിട്ട്. പുള്ളി എന്നിട്ട് എന്തൊക്കെയോ അതിൻ്റെ സ്പാനറും ടൂൾസൊക്കെ എടുത്ത് അകത്ത് വെച്ച് ഈ വണ്ടിയും കൊണ്ടങ്ങ് പോകും. എനിക്ക് തോന്നുന്നു അതൊക്കെ 4x4 ആണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നോർമൽ ബോട്ട്സ് ആണ്. പക്ഷെ ഇവരൊന്നും ഫിഷർമെനൊന്നും അല്ല. ഇതൊക്കെ ഒരു ലെഷറിന് വേണ്ടിയിട്ട്, ചുമ്മാ റൈഡിന് വേണ്ടിയിട്ട് ഉള്ള ഇവരുടെ കുഞ്ഞു ബോട്ട്സ് ഒക്കെയാണ്. ഫിഷ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും കുറച്ചും കൂടി ഒരു ലെഷറിന് വേണ്ടിയിട്ടുള്ള ബോട്ട്സാണ്. അടുത്ത ആള് ബോട്ട് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ സാധനം, ആ കാരേജ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി
എന്നിട്ട് അത് ഡോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അന്നേരം ആയപ്പോഴത്തേനും ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് സൺസെറ്റായി. പിന്നെ അടുത്തത് വേറെ ഒരു വണ്ടിയും കൂടെ വന്നു. അപ്പോൾ അങ്ങനെ പാരലലി 2 ബോട്ട്സ് അവർ ഡോക്ക് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ ഞാൻ ഫിലിം ചെയ്യുന്നതിന് മുന്നേ ഒരു പെർമിഷൻ ചോദിച്ചു. അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അവരങ്ങനെ പൊതുവേ ഓസ്ട്രേലിയൻസ് കുറച്ചും കൂടെ ചിൽഡ് ഔട്ടാണ്, വലിയ സീനൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചു ഫിലിം ചെയ്തോട്ടെ എന്ന്. അവരൊന്നും അതിനെന്താ ഒരു പ്രശ്നമില്ലല്ലോ എന്ന്. എന്നിട്ട് അവർ ഡോക്ക് ചെയ്യുന്നത് കണ്ടില്ലേ, ഭയങ്കര സിമ്പിളായിട്ടോ ഡോക്ക് ചെയ്യുന്നത്. ഇതെല്ലാം പ്രൈവറ്റ് ബോട്ട്സ് ആണ്. ഈ ലോങ് വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ റോഡിലോട്ട് എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ ബോട്ട്സും ചെറിയ ബോട്ട്സും ഒക്കെ ആയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാറുണ്ട്. ആൾക്കാർ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് വോയ് ഇങ്ങനെ ഒരു വാർഫും പിന്നെ ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഇത് സ്ഥിരമാണ്. എപ്പോൾ വന്നാലും ആൾക്കാർ കുറേ ബോട്ട്സൊക്കെ അവർ ഫിഷ് ചെയ്യുന്ന എപ്പോൾ വന്നാലും ഈ ഒരു സീൻ എപ്പോഴും കാണാം. കണ്ടില്ലേ, അത് എന്നിട്ട് ടോ ചെയ്തുകൊണ്ട് പോകുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ. അങ്ങനെ ബോട്ടും അതിന്റെ പരിപാടിയെല്ലാം കണ്ടിട്ട് ഞാൻ തിരിച്ച് നടക്കുമ്പോഴാണ് കാറിൽ അതിന്റെ കാരേജ് ഒക്കെ വെച്ചിട്ട് വേറെ കുറെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എനിക്കൊന്ന് ഇനി വരാനുള്ള ബോട്ട്സിനുള്ള വണ്ടികളാണ് അതൊക്കെ. അപ്പൊ അതായിരുന്നു വോയ്വോയുടെ വിശേഷങ്ങളൊക്കെ അതായിരുന്നു. നല്ലൊരു സ്ഥലം അല്ലേ, കോസ്റ്റൽ ആയിട്ടുള്ള ഏരിയ. ഞങ്ങൾ ചെന്ന സമയം നല്ല കറക്റ്റ് ആയിരുന്നു. 4 മണിക്ക് ചെന്നു, അല്ല 3:45 ആയപ്പോഴത്തേനും ചെന്നു. അപ്പോഴത്തേനും ഒരു സൺസെറ്റിന്റെ ഒരു സമയമൊക്കെ ആയതുകൊണ്ട്, കാരണം വിന്റർ ആയതുകൊണ്ട് നേരത്തെ സൺസെറ്റ് ആവുമല്ലോ. ആൾക്കാർ ഫിഷ് ചെയ്യുന്നു, നമ്മൾ ഒത്തിരി പെലിക്കൻസിനെ കണ്ടു. പിന്നെ ഈ ബോട്ട് കാറിൽ ഡോക്ക് ചെയ്ത് വലിച്ചോണ്ട് പോകുന്നത് നമ്മൾ റോഡിൽ കൂടെ ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഡോക്ക് ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ അവിടെ ചെന്നപ്പോഴാണ് കണ്ടത്. നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നു. ആൾക്കാർ വണ്ടിയിൽ ട്രെയിലർ കൊണ്ട് ഇറക്കി വെള്ളത്തിലോട്ട് ഇറക്കി ബോട്ട് ഡോക്ക് ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ റിട്ടയറീസ് താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ സൺഡേ ഈവനിങ് ഒക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ സൺഡേ ഈവനിങ് ബാർബിക്യൂ ചെയ്യുന്നു, ഗ്രൂപ്പായിട്ട് വന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ബാർബിക്യൂ ചെയ്യുന്നു, പാട്ടൊക്കെ ഇട്ടവിട്ടിരുന്ന് ഫിഷ് ചെയ്യുന്നു. ആ കിട്ടിയ ഫിഷിനെ അവര് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവര് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു. അതൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ടാണ് ഈ പെലിക്കൻസ് കൂടുതൽ. കാരണം ഫിഷിനെ അവര് ഫിഷ് ചെയ്ത് ഇങ്ങോട്ട് കരയിലോട്ട് എടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്യല്ലോ. അപ്പൊ അത് കഴിക്കാനും ആ ഫിഷിനെ കഴിക്കാനും ഒക്കെ ആയിട്ടാണ് പെലിക്കൻസിന് അല്ലെങ്കിലും വെള്ളത്തിലിറങ്ങി കഴിക്കാം. അതെ, നമ്മുടെ നാട്ടിലെ പൂച്ചയാണ്. എന്തായാലും ഫിഷിനെ അവര് കരയിലോട്ട് എത്തിക്കുന്നുണ്ട്. പിന്നെ എത്ര കഷ്ടപ്പെട്ട് അവിടെ പോയി വെള്ളത്തിൽ പോയിട്ട് അത് ഹണ്ട് ചെയ്യേണ്ട കാര്യം. നല്ല ഭംഗിയുള്ള പെലിക്കൻസ്. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്നൊക്കെ പെലിക്കൻസിനെ കാണുന്നത്. വരച്ചു വെച്ച പോലത്തെ പെലിക്കൻസ് അല്ലെ. അങ്ങനെ അപ്പൊ അതായിരുന്നു വോയ്. നല്ലൊരു സ്മോൾ ടൗൺ, ഒരു കോസ്റ്റൽ സ്മോൾ ടൗൺ. ആ, അശ്വിന്റെ പുതിയ തമാശയുടെ പക്ഷെ കൊള്ളായിരുന്നു. ഞങ്ങൾ പോയി. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു സ്ഥലവും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ഓക്കെ, ബൈ.